ഓ എന്താ ഇത്? ഹലോ ജെറി, അതിശയം തോന്നുന്നുണ്ട്. എന്താ അത്? എന്ത് ശബ്ദം അത്? ഉറങ്ങുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അതും ഈ സമയത്ത് അലാറം അടിക്കുന്നല്ലോ. ആരോ കള്ളന്മാരകത്ത് കടന്നിട്ടുണ്ട്. അയ്യോ, അതിന് ഞാൻ ഇനിയും കുളിച്ചിട്ടില്ല. നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം കള്ളനെ പിടിക്കണം. വേഗം ഇന്നാ പിടിച്ചോ. ദാ, ഇത് പിടിച്ചോ. പിന്നെ ഇത് സ്പെഷ്യൽ ഓഫർ. എന്നാ പിടിച്ചോ. ഗേൾസ്, ആദ്യം നമ്മൾ അടിക്കുന്നു, പിന്നെയാണ് ചോദിക്കുന്നത്. ഈ മെത്തേഡ് എത്രയും പെട്ടെന്ന് മാറ്റിയേ ശരിയാകൂ. അവനെ കണ്ടിട്ട് പാവം തോന്നുന്നു. നീന്താൻ അറിയില്ലെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കേ, ഇത് ഞാൻ നോക്കിക്കോളാം. വൗ, ഇവനെ കാണാൻ എന്തൊരു ചന്തോ. ഇവൻ ഫ്രഞ്ചുകാരനാന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇവനെ കാണാൻ ഇത്ര ഭംഗി. ചിലപ്പോ എന്റെ പാരന്റ്സ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതായിരിക്കും ഇവനെ. ഹായ്, ഞാനാണ് അലക്സ്. ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. ഞാനാ ക്ലോവർ. നിന്നെ കണ്ടതിൽ സന്തോഷം ഗുലിയോ. നോക്കൂ ഗേൾസ്, നിങ്ങൾ പറയുന്നത് അവന് മനസ്സിലാവുന്നില്ല. വിട്ടുകളയണമെന്നോ? തമാശ പറയല്ലേ? അവൻ ഞങ്ങളുടെ മനസ്സിൽ കയറി. അവൻ എന്റെ അടുത്ത് സംസാരിച്ചത്. ഒന്നുമില്ല. ഞാൻ അവനെ രക്ഷിച്ചത്. പക്ഷെ ഞാനില്ലെങ്കിൽ അവൻ ഇവിടെ വന്നു കാണില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് തലയ്ക്ക് വട്ട് പിടിച്ചെന്നാ തോന്നുന്നത്. നിങ്ങളെ എല്ലാരെയും പെട്ടെന്ന് വിളിച്ചതിന് ക്ഷമിക്കണം. ഞാനൊരു അർജന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. തീരുമാനം എടുത്തതിന് ശേഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്മൂച്ചി ബൂ. ഞങ്ങളുടെ പഴയ ആയ സ്മൂച്ചി പൂ. നിങ്ങൾക്കും വട്ട് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഹലോ ഗേൾസ്, നിങ്ങളെ വീണ്ടും കണ്ടതിൽ എനിക്ക് സന്തോഷം. ഞാൻ മരുഭൂമിയിൽ ഒരു ആപത്തിൽ അകപ്പെട്ടപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഇവരെത്തി രക്ഷപ്പെടുത്തി എന്നെ. ശരിയാ, എല്ലാവർക്കും അങ്ങനെയാ. ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചു. എന്തായാലും എൻജോയ് ചെയ്തു ജെറി. അതെ, കൺഗ്രാറ്റ്സ്. കല്യാണം കുറച്ച് സമയത്തിനുള്ളിൽ നടക്കാൻ പോവാണ്. അലക്സ്, നീ വരുന്നവരെയൊക്കെ ശ്രദ്ധിച്ചോണം. ക്ലോ, നീ പൂ വാങ്ങിക്കണം. സാം, നീയാണ് അലങ്കാരങ്ങൾ നോക്കേണ്ടത്. ഗ്ലാഡിസ്, ഇതാ കല്യാണത്തിന് ആവശ്യമുള്ളത്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. ശരിയാ, വേറെ ആരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും? യഥാർത്ഥ സ്നേഹം എപ്പോ വേണമെങ്കിലും വരാം. ശരി, സമയമായി പോ. ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് എന്തോ ഇതിലൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ഇത് സമ്മതിച്ചെന്ന് എനിക്കറിയില്ല. ഇത് ബ്രൈഡ്സ്മെയ്ഡിന്റെ ഡ്രസ്സാണ്. കുറച്ച് സിമ്പിൾ ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. എന്നാലല്ലേ കല്യാണ പെണ്ണ് ഭംഗിയായി തോന്നുള്ളൂ. ഡ്രസ്സിനെ കുറിച്ചല്ല, കല്യാണത്തെ കുറിച്ചോ. ജെറിക്ക് ആ ലേഡിയെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഭയങ്കര അഹങ്കാരിയാ സ്ത്രീ. അതുകൊണ്ടാണ് അവര് രണ്ടുപേരും മേഡ് ഫോർ ഈച്ച് അതർ ആയത്. ശരിയാ, നമ്മൾ ഇവരുടെ കല്യാണം മുമ്പേ നടത്തി വെക്കണമായിരുന്നു, അല്ലേ അലക്സ്? കൂട്ടുകാരെ, സ്നേഹമുള്ളവരെ, സ്പൈസ്, രണ്ട് ഹൃദയങ്ങൾ ഒന്നാകാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ജെറിയെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ വിഡിത്ത് അങ്ങനെ എങ്ങനെ സഹിക്കാനാ? അദ്ദേഹം സന്തോഷമായിരിക്കുന്നത് നിനക്ക് ഇഷ്ടമാവുന്നില്ലേ സാം? നിങ്ങൾ രണ്ടുപേരും ഒന്ന് ശബ്ദം വെക്കാതിരിക്കുന്നുണ്ടോ? മെറിന ബീസ് മോട്ടമായ നിങ്ങൾ ജെറി ലൂയിസിനെ നിയമപരമായി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ സ്വീകരിക്കുന്നു.
ഇപ്പോ ജെറി ലൂയിസ് മെറീന ബീച്ച് ബോട്ടമിനെ നിങ്ങളുടെ ഭാര്യയായി അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്റെ അധികാര പരിധിയിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ജെറി, അവിടെ തന്നെ നിൽക്കൂ, ഇതാ വരുന്നു. ഞാൻ നിങ്ങളെ പിടിച്ചു. വിഷമിക്കണ്ട ജെറി, ഞാനിതാ എത്തി. നല്ല കാര്യമാണ് ചെയ്തത് സാം. നിങ്ങൾ രക്ഷപ്പെട്ടത് നന്നായി ജെറി. ഇതാണോ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്? സമയം കളയില്ല ജെറി, റിസപ്ഷൻ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. പെട്ടെന്ന് ഈ സ്ഥലം എന്താ ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ കാരണം? ആഹാ, അപ്പൊ ഇതിനും അതിനും എന്തോ സംബന്ധം. സാം വേഗം വാ, സമയായി. ശരിയാ, ജെറി കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ പോയി കാണണ്ടേ? വേഗം വാ സാം. ജെറി ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവൻ പറഞ്ഞത് മനസ്സിലായോ? എന്റെ കണ്ണ് നല്ല ഭംഗിയാന്നാ പറഞ്ഞ. അങ്ങനെയല്ല, എന്റെ ചിരി ഭംഗിയുണ്ടെന്ന് അവൻ പറഞ്ഞത്. ഒന്ന് നിർത്താവോ രണ്ടുപേരെയും വിഡിത്തം. ജെറി താഴെ വീണപ്പോൾ രക്ഷിക്കാനായിട്ട് ആ സ്ത്രീ ശ്രമിച്ചതേ ഇല്ലല്ലോ. നിങ്ങൾക്കറിയോ, അവളൊരു ഊപ്പ് ഏജന്റ് ആയിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കാഞ്ഞത്? ചിലപ്പോ അവള് പേടിച്ചു നിന്നതായിരിക്കും. അവരിത് തീരെ പ്രതീക്ഷ കാണില്ല. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജെറിക്ക് ഏതെങ്കിലും ആപത്ത് വരുന്ന അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഇത്ര ഊപ്പ് ഏജൻസിന്റെ മുന്നിൽ വെച്ച് എന്തിനാ വിവാഹം നടത്തണ്ടേ? നീ പറഞ്ഞത് ശരിയാണെങ്കിലും എനിക്കെന്തോ അതിലൊരു തെറ്റ് സംഭവിക്കുന്നത് പോലെ. അപ്പൊ നമുക്ക് ജെറിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചാലോ? ശരിയാ, നിന്റെ മനസ്സിലുള്ളത് ജെറിയുടെ അടുത്ത് ചോദിച്ചാ പോരെ? ശരിയാ, ഉടനെ ജെറിയെ വിളിക്കാം. ഹലോ ഗേൾസ്. ഹായ് മറീന. ജെറി എവിടെ? എനിക്ക് ജെറിയോട് സംസാരിക്കാനുണ്ട്. ജെറി വീണത് കൊണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ സ്ഥാനത്ത് ഞാനാണ് ഉള്ളത്. 30 വർഷത്തിന്റെ പരിശ്രമമുണ്ട്. എന്നെ കൊണ്ടും സാധിക്കും. ശരി, ഞാൻ കോൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് അറിയിക്കണേ. ആ ലേഡി ജെറിയുടെ ഫോണിൽ സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് നമുക്ക് ജെറിയുടെ വീട്ടിലെത്തേണ്ടത് ആവശ്യമാണ്. ജെറിയുടെ വീട്ടിലേക്കോ? ഇത് ശരിയാവും തോന്നുന്നുണ്ടോ? ശരി, എന്നാ പോവാം. പതുക്കെ പോയിട്ട് വരൂ. എന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഞാൻ ആലോചിച്ചു നോക്കി. ഞാൻ നിന്റെ കൂടെ തന്നെ ഇവിടെ നിന്നോളാം. നീ പോയിട്ട് വാ സാം. പരിചയമില്ലാത്ത വീട്ടിൽ വരുന്ന പോലെയുണ്ട്. അല്ല, ഇതെന്താണ്? ഞാൻ സംശയിച്ചത് എത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വല്ല സ്ഥലം തെറ്റിപ്പോയോ? ജെറി, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഓ മൈ ഡിയർ, നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അവൾ എന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്. അവൾ എന്റെ കേക്ക്. അവിടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഹൃദയത്തിന്റെ രൂപത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായോ ജെറി? എന്റെ ഹൃദയം എന്റെ അടുത്തില്ല, ഞാനത് അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവളാണ് എന്റെ എല്ലാം. അവൾക്ക് വേണ്ടി ഞാനൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങാൻ പോവാണ് ജെറി. ഞാൻ പറയുന്ന കാര്യം ഒന്ന് വിശ്വസിക്കേ. ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ, ഒരുത്തൻ വിവാഹ ജീവിതത്തിനെ പറ്റി ആഗ്രഹിച്ചാൽ പല മാറ്റങ്ങളും സംഭവിക്കും. ഇത് തന്നെ, ഈ മോതിരായിരിക്കും നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ? അവിടെ മുഖത്തിന്റെ അതേ രൂപമാണ്. ജെറി, ഇത് കണ്ടോ? ഈ രത്നം, ഇതിലുള്ള രശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മര്യാദയ്ക്ക് കൈയെടുക്കാൻ. നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. നമ്മളിപ്പോ ഹണിമൂൺ ആഘോഷിക്കാൻ നയാഗ്രയ്ക്ക് പോവാൻ പോവാ. അതുകൊണ്ട് നല്ല കുട്ടികളെ പോലെ വേഗം ചെന്നിരിക്ക. അങ്ങനെ തന്നെ ചെയ്യാം. നീ എന്ത് പറഞ്ഞാലും ശരി. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.
നിങ്ങളെ ജയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് കരുതി വൂപ്പ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആയ പണിക്ക് എന്നെ അഴിക്കുമായിരുന്നോ? ഓ നിന്നെ ഹണിമൂണിന് ഞാൻ പറഞ്ഞയക്കില്ല. നിന്നെ ഞാൻ കഥ കഴിച്ചിട്ടേ വിടൂ. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഏയ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ മനസ്സിൽ നീ നിഞ്ച എന്താണെന്ന് വിചാരം? പറയുകയാണെങ്കിൽ ഞാനൊരു നിഞ്ച തന്നെയാ. ജപ്പാനിൽ ഒരു മരുന്നുണ്ട്. ആ മരുന്നിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ ഇതാണല്ലേ ജെറിയുടെ മോതിരത്തിലുള്ളത്? നീ പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് ഇന്നു മുതൽ ഊപ്പ് ഞാനായിരിക്കും നടത്തുന്നത്. ജെറി ഇനി വെറുതെ ഇരിക്കും. ജെറി എന്നെ തടയാൻ പറ്റിയ അവസ്ഥയിലല്ലെന്നുള്ളത് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഞാനുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇവിടുന്ന് രക്ഷപ്പെട്ട ശേഷം നിന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കുന്നത് ആദ്യം നടത്തി നോക്ക്. ജെറി ഒരു നിഷ്കളങ്കനാണ്. അവന് ശേഷം ഞാനായിരിക്കും ഊപ്പിന്റെ ഉടമസ്ഥ. ജപ്പാൻ നാട്ടിലുള്ള പച്ചമരുന്നുകൾ ഉണ്ടാക്കിയ വേറൊരു മരുന്നുണ്ട്. ആഘോഷിക്കൂ. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇനി എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ഇത് വിചിത്രം തന്നെ. അവളുടെ പദ്ധതി നശിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കാവോ? ജെറി, നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പുസ്തകമുണ്ടല്ലോ. ഓ വാവ്, കൊള്ളാലോ. ഫ്ലൈറ്റ് സൂട്ട് ഉണ്ടല്ലോ. അടിപൊളി. എനിക്ക് വിശ്വാസമുണ്ട്. ജെറിയെ ഞാൻ പഴയ നിലയിൽ കൊണ്ടെത്തിക്കും. അല്ല, ഇതെന്താണെന്ന് മനസ്സിലായില്ലല്ലോ. ഇതെന്തായിരിക്കും? തീർച്ചയായിട്ടും ചിലപ്പോ ഇത് സഹായകമാകും. ഉലപ്പു അക്കുമുലേറ്റ് മാപ്പിളേറ്റ് സിനിമ. അവൻ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് മോയ്. ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയി പോൾ സാം ഭക്ഷണം കഴിക്കാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ക്ലോവർ, അലക്സ്, ഒരു പ്രധാന കാര്യമുണ്ട്. അവൾ ഒരു ക്രൂരമായ നിഞ്ചയാണ്. വൂപ്പ സ്വന്തമാക്കാൻ അവൾ ജെറിയെ നശിപ്പിക്കാൻ നോക്കുന്നു. ഇത് കണ്ടോ? ജെറിയുടെ കാറിന്റെ ടയറിൽ ഉണ്ടായിരുന്നതാ. ഇതാണ് ഞാൻ ആ മലഞ്ചെരിവിലും കണ്ടത്. ആ ലേഡി എന്നിൽ ഇത് പ്രയോഗിക്കുകയും ചെയ്തു. അത് ശരി. സോറി ഗുലിയോ, ഞങ്ങൾ പോകേണ്ട സമയമായി കഴിഞ്ഞു. ബൈ സ്വിമ്മിംഗ് പൂൾ. നമ്മുടെ ബോസിനെ ഭാര്യന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ പോവാന്ന് എങ്ങനെയാ പറയണ്ടേ? ഇത് വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുണ്ട്. എന്റെ ജീവിതത്തിന് ഇപ്പോഴാണ് ഒരു അർത്ഥം കിട്ടിയിരിക്കുന്നത്. ഇത് ഒന്നും കൂടി രസമാവാൻ പോവാ. നീ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ അതെ, ഭയങ്കര രസമായിരിക്കും. ഓ, നീയായിരുന്നോ? ആയ ജോലി നോക്കാൻ വന്ന അന്നേ നിന്നെ കൊല്ലണമായിരുന്നു. അതിനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞു മാഡം.
മര്യാദയ്ക്ക് ജെറിയെ വിട്ടേക്ക്. തീർച്ചയായിട്ടും. ജെറി, നിങ്ങൾ രണ്ടുപേരും ജെറിയുടെ പുറകെ പോയിക്കോ, അവളെ ഞാൻ നോക്കിക്കോളാം. സ്മൂച്ചി ബൂ. എന്റെ കൈ അത് സ്ലിപ്പാവുന്നു. എനിക്കൊന്നുമില്ല. നീ പോയി ജെറീനെ പിടിക്ക്. അദ്ദേഹം വളരെ വേഗത്തിൽ താഴെ പോയിക്കൊണ്ടിരിക്കുക. നിന്റെ ആ തൊപ്പി കൊണ്ട് പറ്റും. വിവേല ഫ്രണ്ട്സ്. അടിപൊളിയായിട്ടുണ്ട്. ഇത്ര മോശമായി പെരുമാറാൻ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജെറിക്ക് ശരിക്കും നീന്താൻ അറിയില്ലെന്നാ തോന്നുന്നേ. ഇത് കൊള്ളാലോ, വെള്ളത്തിന്റെ ഇടയിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ശരിയാ, പക്ഷെ ജെറിയെ കണ്ടുപിടിക്കണമല്ലോ. എങ്ങനെ പോയാൽ ഞാൻ മുഴുവൻ സമയം ലൈഫ് ഗാർഡിന്റെ പണി എടുക്കേണ്ടി വരുന്നാ തോന്നുന്നേ. ഇതുവരെ 2 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. നിനക്കൊരിക്കലും എന്നെ പിടിക്കാൻ സാധിക്കില്ല. അതിനുള്ള ശക്തിയൊന്നും നിന്റെ കയ്യിലില്ല. ആര് പറഞ്ഞു? നിന്നോട് പ്രതികാരം കാണിക്കാതെ ഞാൻ വിടില്ല. നീ എനിക്ക് എത്ര വൃത്തികെട്ട ഡ്രസ്സായിരുന്നു തന്നത്. നിന്നെ ഞാൻ എന്റെ കല്യാണ മോതിരം. ഓ മൈ ഗോഡ്, എന്തു പറ്റി? ഞാൻ എന്താ ചെയ്യുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിന്റെ പേരാ നിഞ്ച. സ്വന്തം കൂട്ടുകാരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ശരി, അവർ തീർച്ചയായും സ്പൈസിന്റെ ശത്രുവാണ്. സ്മൂച്ചി ബൂ. ജെറി, എന്നെ ഒന്ന് സഹായിക്ക്. ഓ, ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കാം. വേണ്ട. ഞാൻ എത്ര സുന്ദരിയാണെന്നൊന്ന് നോക്കിക്കേ. എന്നെ കണ്ടോണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു. ഇതെനിക്ക് വിശ്വസിക്കാനേ വയ്യ. വളരെ ബുദ്ധിശാലിയും കൂടിയാ ഞാൻ. എന്താ ഇത്? അവരെന്തിനാ സ്വയം അഭിനന്ദിക്കുന്നത്? എനിക്കിത് സഹിക്കുന്നില്ല കേട്ടോ. ഇതുവരെ ഞങ്ങൾ ജെറിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് സംഭവിച്ചത്. സത്യത്തിൽ ഞങ്ങളാ നിങ്ങളെ രക്ഷിച്ചത്. ഗേൾസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തെന്നോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. സത്യമാണ് ജെറി, നിങ്ങൾ ചെയ്തതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് ചിരിയാ വന്നത്. സാം, അതെന്താ? സാം, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അതെ, ഞാൻ അങ്ങനെ ചിരിച്ചിട്ടില്ല. ഇവളെങ്ങനെ ഇവിടെ എത്തി ക്ലോവർ? എനിക്ക് ഇവളെ ഇഷ്ടാവുന്നില്ല. കാണുമ്പോ ദേഷ്യം വരിക. അവളെ ഞാനിന്ന് വിടില്ല. Kiski biski basa termiye. Vinne passare nel nuova fafafa.
അവന് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ പറ്റിച്ചു കാണും. അവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എന്നെക്കാൾ നിങ്ങളാണ് നല്ല തമാശ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മളെ വിശ്വസിക്കണം. ശരിയാ, ഇന്ന് നമ്മൾ പഠിച്ച പാഠം ഇതാണ് അല്ലേ? അതെ. എന്ത് പറഞ്ഞാലും ശരി, നമ്മളെല്ലാരെയും അവള് പറ്റിച്ചത് തെറ്റു തന്നെയാ. മനസ്സിന് വിഷമം തോന്നുന്നു, എന്നാലും നമ്മൾ ഇത് സഹിച്ചല്ലേ പറ്റൂ. എന്നിട്ടെല്ലാം മറക്കാം, അതായിരിക്കും നമുക്ക് നല്ലത്.